ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമുക്കും ദൈവത്തിലേക്ക് തിരിയാം. ഇന്നത്തെ ദിവസം ആവശ്യമായ കൃപയ്ക്ക്, ആവശ്യമായ കരുണയ്ക്ക്, ജ്ഞാനത്തിന്, അറിവിന്, ബുദ്ധിക്ക്, വിവേകത്തിന് എല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ആവശ്യമായ ആരോഗ്യം, ആവശ്യമായ സാമ്പത്തികം, ആവശ്യമായ സന്തോഷം, സമാധാനം, ആവശ്യമായ സ്നേഹം, കരുണ, ഇവയ്ക്കെല്ലാം വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നതിനു വേണ്ടി, നന്മ ചെയ്യുന്നതിനു വേണ്ടി, തിന്മയെ അകറ്റി നിർത്തുന്നതിനു വേണ്ടി, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയായി മനസ്സിലാക്കാൻ, ശരി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ, ആരുടെ വാക്കുകൾ കേൾക്കണം, ആരെ പിന്തുടരണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയായി ചിന്തിക്കാൻ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയം തുറക്കാം. കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം അനന്തമാണ്. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അചഞ്ചലമാണ്. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും, ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നേരത്തെ കൂട്ടി നമുക്ക് അനുവദിച്ചത് ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാം. കർത്താവിനെ അനുസരിക്കുന്നവരെ, അവിടുത്തെ പിന്തുടരുന്നവരെ അവിടുന്ന് വലിയ ഒരു ജനതയാക്കി അനുഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിച്ചവരെ അനുഗ്രഹിക്കുന്നവർക്ക് പോലും ദൈവം അനുഗ്രഹം നൽകും. നമുക്ക് ആഗ്രഹമുള്ളതും നാം കാണാത്തതായ കാര്യങ്ങൾ പോലും കാണാൻ ദൈവം നമ്മോട് പറഞ്ഞ ഓരോ വാക്കും നിവൃത്തിയാക്കപ്പെടും എന്ന് വിശ്വസിച്ച് കർത്താവിനെ പിന്തുടരുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ മഹത്തായ കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങൾ സാക്ഷികളാകും. അബ്രഹാത്തിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. അബ്രഹാം അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം തൻ്റെ പഴയകാല ജീവിതവും ബന്ധങ്ങളും സ്വാധീനങ്ങളും ആരാധനാ രീതികളും എല്ലാം ഉപേക്ഷിച്ച് താൻ ഇതുവരെ അറിയാത്ത ശ്രേഷ്ഠമായ ദൈവത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ചു. തൻ്റെ ഭാര്യ സാറായിയെയും കൂട്ടി ദൈവം കാണിച്ച വഴിയെ അവൻ നടന്നു. ഫലമോ, അവൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. അവനെ ഒരു വലിയ ജനതയായി മഹത്വപ്പെടുത്തി അനുഗ്രഹിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നെ വിളിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയ ഈ വിളി. നിന്നെ വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വഴിയെ നമുക്ക് നീങ്ങാം. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിയിരിക്കും. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും, തീരുമാനങ്ങളെ, യാത്രകളെ, ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന പാനീയങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നാം സംസാരിക്കുന്ന കാര്യങ്ങൾ, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഉദ്യമങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഇന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് നൽകിയ മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി, സഹോദരീ സഹോദരങ്ങൾ, അധ്യാപകർ, ഗുരുക്കന്മാർ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം, പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കണമേ. ഇന്നൊരു പുതിയ കാര്യം കർത്താവെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ, ഈ മനോഹരമായ ദിവസത്തിൽ ഞങ്ങൾ പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, അന്നന്നത്തെ അപ്പം നൽകുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ, നന്മകളെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നവനാണ്. രക്ഷകനായ ദൈവമേ, നിന്റെ രക്ഷാകര കരം ഞങ്ങളുടെ നേരെ നീട്ടി ഞങ്ങൾക്കാവശ്യമായ സകല അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ സമയം നീ അനുഗ്രഹിക്കണമേ. ഇന്നോളം ഞങ്ങളുടെ ശുശ്രൂഷ ലഭിച്ച എല്ലാവരെയും ഇന്ന് പ്രത്യേകമായി ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളെ നീ വിളിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഈ ലോകത്തിന്, ഞങ്ങളുടെ തന്നെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, അയൽവാസികളിൽ, ബന്ധുമിത്രാദികളിൽ ഞങ്ങളൊരു അനുഗ്രഹമാക്കി നീ മാറ്റണമേ. എപ്പോഴും നിന്നെ മനസ്സിലാക്കാൻ, നിന്റെ വിളിയുടെ വിശുദ്ധി അറിഞ്ഞ് ജീവിക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ, നിനക്ക് ചെവി തരുവാൻ, നിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ ഞങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശപിക്കുന്നവരോട് നീ കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് തിന്മ ചെയ്യുന്നവരോട് നീ ദയ കാട്ടണമേ. ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നവരെ നീ ഇരട്ടിയായി, 100 മടങ്ങ് ഇരട്ടിയായി നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അബ്രഹാം കാണാതെ വിശ്വസിച്ചു. ആ വിശ്വാസം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അബ്രഹാമിൻ്റെ വിശ്വാസം നീ നീതീകരിച്ചു. ഇന്ന് അബ്രഹാത്തിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് മുൻകൂട്ടി കാണാനും ദർശിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരും അയച്ചു കൊടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആവർത്തിച്ച് കേട്ട് പ്രാർത്ഥിക്കുന്നവരും എല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരിതത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പഴയകാല ജീവിതങ്ങളും ബന്ധങ്ങളും സ്വാധീനങ്ങളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാനെല്ലാം നവീകരിക്കുന്നു എന്നരുളിച്ചത് ഈശോനാഥ, നിന്നിൽ നിന്നും ഞങ്ങളൊരു പുതിയ വ്യക്തിയായി മാറാൻ ഈ പുതിയ ദിവസത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അബ്രാത്തിനെയും സാറായിയെയും അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പുതിയ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം നൽകണമേ. ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക്, ഇന്ന് യാത്ര ചെയ്യുന്നവർക്ക്, ഇന്ന് നടക്കുന്ന ചടങ്ങുകൾക്ക് എല്ലാം നിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ, ആശീർവദിക്കണമേ, ഞങ്ങളോട് കൂടിയായിരിക്കണമേ. ഇന്നൊരു പുതിയ കാര്യം കർത്താവേ നീ ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കാനുള്ള പുതിയ പ്രചോദനം ഞങ്ങൾക്ക് നൽകണമേ. ഒരു പുതിയ മോട്ടിവേഷൻ നീ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം ദൈവത്തിനെല്ലാം സാധിക്കും,
അതിനാൽ ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ എനിക്ക് എല്ലാം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തോടെ ഇന്ന് കൂടുതൽ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളുടെ നാവുകളെയും ചിന്തകളെയും ഞങ്ങളുടെ അധരങ്ങളെ കർത്താവെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കൈകാലുകളെ നീ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തിന്മയിൽ നിന്നും പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഇന്ന് എല്ലാ അബദ്ധങ്ങളിൽ നിന്നും എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്ന് ഓടിയകന്ന് നന്മയിലേക്ക് അടുത്തു വരുവാൻ, എൻ്റെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇന്നും എന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഒരു പുത്തൻ അഭിഷേകം നൽകി, ഒരു പുത്തൻ അനുഗ്രഹം നൽകി, പുതിയ കാര്യങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഇന്ന് വലിയ വിജയം കർത്താവ് നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടെ നിന്ന് സാധിച്ചു തരും. വിശ്വസിക്കുക, കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവിൻ്റെ ഓരോ വാഗ്ദാനത്തിലും പൂർണ്ണമായി വിശ്വസിക്കുക, അവിടുന്ന് അത് സാധിച്ചു തരും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.